ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ട ശേഷം ഇത് കാണുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നോക്കാം. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. ഇത് ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ കമ്മിറ്റിയുടെ പ്രത്യേകത? ഇതില് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇതിൽ ലോകസഭാംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. മറന്നു പോകരുത്, ലോകസഭാംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 30 പേരാണ്. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയാണ്. അതുപോലെ എന്താണ് ഈ കമ്മിറ്റിയുടെ ധർമ്മം? പൊതുമുതൽ വിനിയോഗം പരിശോധിക്കൽ, ദുർവിനിയോഗം തടയൽ. ഇതൊക്കെയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ധർമ്മം. പൊതുമുതൽ വിനിയോഗം പരിശോധിക്കുവാനും അതിന്റെ ദുർവിനിയോഗമൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അടുത്ത് നോക്കാം. ഇനി നമുക്ക് മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് മാപ്പിളപ്പാട്ടിന്റെ ഈണം അറിയപ്പെടുന്നത് ഇശൽ എന്നാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ഈണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇശൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഇശലിന് ഉദാഹരണം നോക്കാം. കുറച്ചധികം ഇശലുകളാണ്. ഇപ്പോൾ തൊങ്കൽ, ആദി അനം, പുക ഇനാൽ, കൊമ്പ്, കപ്പപ്പാട്ട്, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം. ഇതെല്ലാം മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളാണ്. ഇശലുകൾക്ക് ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ നമുക്ക് കേരളത്തിന്റെ കൾച്ചർ, സാംസ്കാരിക കേരളം പഠിക്കുന്ന ടൈമിൽ ഇത് ആവശ്യമാണ്. അപ്പോൾ ഈ ഫാക്ട്സ് റെയർ ഫാക്ട്സ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചാൽ അത് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ നോക്കുക കേട്ടോ. മാപ്പിളപ്പാട്ടുകളുടെ ഈണം അറിയപ്പെടുന്നത് ഇശൽ എന്നാണ്. പ്രധാനപ്പെട്ട ഇശലുകളാണ് തൊങ്കൽ, ആദി അനം, പുക ഇനാൽ, കൊമ്പ്, കപ്പപ്പാട്ട്, ഒപ്പന ചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം. അതുപോലെ മാപ്പിളപ്പാട്ടിന്റെ പ്രാസവ്യവസ്ഥകളുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ സാഹിത്യത്തിനുള്ളതുപോലെ മാപ്പിളപ്പാട്ടിനും പ്രാസവ്യവസ്ഥകളുണ്ട്. അത് കമ്പി, കഴുത്ത്, വാൽക്കമ്പി, അതുപോലെ വാലുമ്മൽ കമ്പി. ഇതൊക്കെ ഈ പ്രാസവ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ്. കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി. നമ്മളിപ്പോൾ ആദ്യാക്ഷരപ്രാസം, അന്ത്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളതാണ് മാപ്പിളപ്പാട്ടുകളിലുള്ള പ്രാസവ്യവസ്ഥകളാണ് ഈ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി എന്നൊക്കെ പറയുന്നത്. അതുപോലെ മുഹീദ്ദീൻ മാല നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മുഹീദ്ദീൻ മാല രചിച്ചതാരാണ്? ഖാസി മുഹമ്മദ്. മറന്നു പോകരുത്, മുഹീദ്ദീൻ മാല രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. അതുപോലെ മറ്റൊരു കാവ്യം ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ. ഈ കാവ്യം രചിച്ചത് മോയിൻകുട്ടി വൈദ്യരാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കൊണ്ടോട്ടിയിലെ ഓട്ടുപാറ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു സാഹിത്യകാരനാണ്, മാപ്പിളപ്പാട്ട് സാഹിത്യകാരനാണ് മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതി രചിച്ചത് മോയിൻകുട്ടി വൈദ്യരാണ്. അതുപോലെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട മറ്റ് 2 പേരുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. കുഞ്ഞായിൻ മുസ്ലിയാർ, ഇച്ച മസ്താൻ. പേര് മറന്നു പോകരുത്. കുഞ്ഞായിൻ മുസ്ലിയാർ, ഇച്ച മസ്താൻ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരാണ്. കുഞ്ഞായിൻ മുസ്ലിയാർ, ഇച്ച മസ്താൻ. അടുത്ത നോക്കാം. നമുക്കറിയാം, നമ്മുടെ ശക്തൻ തമ്പുരാൻ, തൃശ്ശൂർ പൂരത്തിന്റെ സ്ഥാപകനായ ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? രാജ രാമവർമ്മ. ഇപ്പൊ മറന്നു പോകരുത്, ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേര് രാജ രാമവർമ്മ എന്നാണ്. ഇനി നമുക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതെല്ലാം സ്പീഡിന് പഠിച്ചു പോവുകയാണ്. എല്ലാ ഫാക്ട്സും നമുക്ക് കവർ ചെയ്യണം. കുറച്ച് സമയമേ ഉള്ളൂ. നമ്മുടെ പ്രിലിംസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ മാക്സിമം കുറഞ്ഞ ടൈമിനുള്ളിൽ കൂടുതൽ ഫാക്ട്സ് നമുക്ക് കവർ ചെയ്യണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ക്രിക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടിയത് ഏത് വർഷമാണ്? 1983 നമ്മുടെ ഇന്ത്യക്ക് ലോകകപ്പ് കിട്ടിയത്. അപ്പോൾ ആ ടൈമില് ലോകകപ്പ് ഇന്ത്യ നേടുന്ന ടൈമില് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ് ആയിരുന്നു. ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്ന ടൈമിലെ ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ടീമുണ്ട്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ ക്യാപ്റ്റൻ ആരായിരുന്നു? CK നായിഡു. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു CK നായിഡു. CK നായിഡു ക്യാപ്റ്റനായത് 1932 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു
ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിന് 3 ഫോർമാറ്റ്സ് ഉണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ്, 2020, ഏകദിനം, അങ്ങനെയുള്ള 3 ഫോർമാറ്റ്സ് ഉണ്ട്. അതിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു CK നായിഡു. 1932 അദ്ദേഹം ക്യാപ്റ്റനായത്. അടുത്ത നോക്കാം, ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു അജിത് വഡേക്കർ. 1974 അദ്ദേഹം ക്യാപ്റ്റനായി. അജിത് വഡേക്കർ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അജിത് വഡേക്കർ. 1974 അതുപോലെ തന്നെ 2020 ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? വീരേന്ദർ സെവാഗ്. 2006 2020 ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു വീരേന്ദർ സെവാഗ്. ഏത് വർഷം? 2006. മറന്നു പോകരുത്. ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? CK നായിഡു. അതുപോലെ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? അജിത് വഡേക്കർ. 2020 ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? വീരേന്ദർ സെവാഗ്. 2006. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ ക്യാപ്റ്റൻ ആരായിരുന്നു? ലാല അമർനാഥ്. 1947 ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു ലാല അമർനാഥ്. ഇനി നമുക്ക് കുറച്ച് അമ്പരനാമങ്ങൾ. ഇപ്പോൾ ദ വാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഹുൽ ദ്രാവിഡാണ്. ദ വാൾ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് രാഹുൽ ദ്രാവിഡ്. അതുപോലെ സണ്ണി എന്നറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ ആണ്. ചീക്കു എന്നറിയപ്പെടുന്നത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ദ വാൾ എന്നറിയപ്പെടുന്നത് രാഹുൽ ദ്രാവിഡ്, സണ്ണി എന്നറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ, ചീക്കു എന്നറിയപ്പെടുന്നത് വിരാട് കോഹ്ലിയാണ്. മറന്നു പോകരുത്. ദ വാൾ എന്നറിയപ്പെടുന്നത് രാഹുൽ ദ്രാവിഡ്, സണ്ണി എന്നറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ, ചീക്കു എന്നറിയപ്പെടുന്നത് വിരാട് കോഹ്ലി. ഇനി നമുക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സിനിമകൾ 2-3 നോക്കാനുണ്ട്. നോക്കാം. അപ്പോൾ നമുക്കറിയാം, മുഹമ്മദ് അസ്ഹറുദ്ദീൻ ഒരു ക്രിക്കറ്റ് താരമാണ്. മുഹമ്മദ് അസ്ഹറുദ്ദീൻ. അപ്പോൾ ഈ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സിനിമയുണ്ട്, അതാണ് അസ്ഹർ. അസ്ഹർ എന്ന ചലച്ചിത്രം ഏത് കായിക താരത്തിനെ കുറിച്ചുള്ളതാണ്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ. അപ്പോൾ ഈ അസ്ഹർ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് ആരാണ്? ടോണി ഡിസൂസയാണ്. ടോണി ഡിസൂസ ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് അസ്ഹർ. മുഹമ്മദ് അസ്ഹറുദ്ദീനെ കുറിച്ചുള്ള ചലച്ചിത്രമാണ്. അതുപോലെ സച്ചിൻ എ ബില്യൺ ഡ്രീംസ്, അത് മറ്റൊരു സിനിമയാണ്. സച്ചിൻ എ ബില്യൺ ഡ്രീംസ് സംവിധാനം ചെയ്തത് ജെയിംസ് എർസ്കിൻ ആണ്. അപ്പോൾ ജെയിംസ് എർസ്കിൻ സംവിധാനം ചെയ്ത സിനിമയാണ് സച്ചിൻ എ ബില്യൺ ഡ്രീംസ്. ഒരു ആത്മകഥ പരിചയപ്പെടാം. നോക്കാം. എ സെഞ്ചുറി ഈസ് നോട്ട് എനഫ്, മൈ റോളർ കോസ്റ്റർ റൈഡ് ടു സക്സസ്. ഇത് ആരുടെ ആത്മകഥയാണ്? സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയാണ്. എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്, മൈ റോളർ കോസ്റ്റർ റൈഡ് ടു സക്സസ്. സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയാണ്. 2018 പുറത്തിറങ്ങിയ സൗരവ് ഗാംഗുലിയുടെ ആത്മകഥയാണ് എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്, മൈ റോളർ കോസ്റ്റർ റൈഡ് ടു സക്സസ്. അടുത്ത് നോക്കാം. നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ്, അതായത് വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? വനിതാ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ ക്യാപ്റ്റനായിരുന്നു ശാന്ത രംഗസ്വാമി. ആരായിരുന്നു? ശാന്ത രംഗസ്വാമി. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ ക്യാപ്റ്റനായിരുന്നു ശാന്ത രംഗസ്വാമി. അതുപോലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഡയാന എഡുൽജി. ശാന്ത രംഗസ്വാമി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റനായിരുന്നു ശാന്ത രംഗസ്വാമി. ഏകദിന ക്രിക്കറ്റിന്റെ ആദ്യത്തെ ടീമിന്റെ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? ഡയാന എഡുൽജി. മറന്നു പോകരുത്. ഇനി നമുക്ക് 1-2 ബുക്സ് നോക്കാം. കപിൽ ദേവ്, നമ്മുടെ ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൈ ഗോഡ്സ് ഡിഗ്രി എന്ന ബുക്ക് ആരുടെയാണ്? കപിൽ ദേവിന്റെ. ബൈ ഗോഡ്സ് ഡിഗ്രി. അതുപോലെ ക്രിക്കറ്റ് മൈ സ്റ്റൈൽ, ഇതാരുടെ ബുക്കാണ്? ക്രിക്കറ്റ് മൈ സ്റ്റൈൽ കപിൽ ദേവിന്റെയാണ്. ബൈ ഗോഡ്സ് ഡിഗ്രി, ക്രിക്കറ്റ് മൈ സ്റ്റൈൽ. അതുപോലെ സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്, ഇതും കപിൽ ദേവിന്റെ കൃതികളാണ്. നോക്കാം. ബൈ ഗോഡ്സ് ഡിഗ്രി, ക്രിക്കറ്റ് മൈ സ്റ്റൈൽ, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്, കപിൽ ദേവിന്റെ കൃതികളാണ്.
ബൈ ഗോഡ്സ് ഡിഗ്രി, ക്രിക്കറ്റ് മൈ സ്റ്റൈൽ, സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. അടുത്ത ഒരു ഭാഗത്തേക്ക് നോക്കാം. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോ. ആരുടെ കൃതിയാണ്? നിയമങ്ങളുടെ അന്തസത്ത അഥവാ സ്പിരിറ്റ് ഓഫ് ലോ. അത് മോണ്ടസ്ക്യൂവിന്റെ ഒരു കൃതിയാണ്. നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? മോണ്ടസ്ക്യൂവിന്റെ കൃതിയാണ് സ്പിരിറ്റ് ഓഫ് ലോ. അതുപോലെ ബേലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ അറിയപ്പെടുന്നത് ബേലൂർ സ്വാമി എന്ന പേരിലാണ്. ബേലൂർ സ്വാമി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി നമുക്ക് കേട്ടിട്ടുണ്ട് ലിനക്സ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ലിനക്സ് സ്ഥാപിതമായ വർഷം 1991. ലിനക്സ് സ്ഥാപിതമായത് 1991. ഇനി ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. നമ്മൾ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ പിതാവ് എന്നൊക്കെ പറയപ്പെടുന്ന റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ. ആര്? റിച്ചാർഡ് സ്റ്റാൾമാൻ. ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഏത് വർഷം സ്ഥാപിച്ചു? 1985. അപ്പോൾ 1985 ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിതമാകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.